ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. രമേഷ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വാട്ടർ അതോറിറ്റിയുടെ ബില്ലടിക്കാനായിട്ട് നെന്മാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പാലക്കാട് ജില്ലയിലെ നെന്മാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിയിലെ വിത്തനശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് കുടുംബശ്രീയിലെ 5 ചേച്ചിമാർ ചേർന്ന് നടത്തുന്ന ഒരു കുഞ്ഞു ഹോട്ടൽ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഹോട്ടലിൽ ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വീഡിയോ ആണ് നിങ്ങളൊന്ന് കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ഇത് മെഴുക്ക് വരട്ടെ. ഇത് സാമ്പാർ. ഫ്രണ്ട്സ്, ഈ കുടുംബശ്രീ വനിത ഹോട്ടലിൽ കയറി ചെന്നപ്പോൾ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം അവർ ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ നമ്മൾ ചോറ് വേണമെന്ന് പറഞ്ഞപ്പോൾ വലിയൊരു തൂശനായ വാഴയിലയിൽ ചോറും മീൻകറിയും നാരങ്ങാച്ചാറും പപ്പടവും വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയും പടവലങ്ങ ഉപ്പേരിയും ഒക്കെ നമുക്കവർ കഴിക്കാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രണ്ട്സ്, ചെറിയൊരു ടേബിൾ ആയതുകൊണ്ട് നമ്മളൊരു മൂലയ്ക്കാക്കി വെച്ചിരിക്കുന്നത്, ബാക്കിയുള്ള സാധനങ്ങളൊന്നും കാണാത്തത്. അപ്പോൾ നമ്മൾ ചോറും കുറച്ച് മീൻകറിയും കൂടി കൂട്ടി കുഴച്ച് കഴിച്ച് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. വാളമ്പുളിയും തേങ്ങയൊക്കെ അരച്ച് വെച്ച മീൻ കറി ഇല്ലേ, മത്തി മീനിൻ്റെ കറിയാണ് കേട്ടോ അവർ വെച്ചിട്ടുണ്ടായിരുന്നത്. കൂടെ തന്നെ കുറച്ച് പടവലങ്ങ ഉപ്പേരിയും കൂടി മിക്സ് ചെയ്ത് കഴിച്ച് നോക്കി. അപ്പോൾ എനിക്കൊരു വ്യത്യസ്തമായ ടേസ്റ്റാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ എവിടെ ഇങ്ങനെ പടവലങ്ങ കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കി കഴിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ പടവലങ്ങ കൊണ്ടുള്ളൊരു ഉപ്പേരി ഞാൻ കഴിക്കുന്നുണ്ട് ആ ഹോട്ടലിൽ. ഫ്രണ്ട്സ്, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പടവലങ്ങ ഉപ്പേരി കഴിക്കുന്നത്. അപ്പോൾ ഉപ്പേരിക്കായിട്ട് അവർ ചേർത്തിരിക്കുന്നത് നല്ല ചിരകിയ തേങ്ങയൊക്കെയാണ് കേട്ടോ ഒരു അതിലിട്ടിരിക്കുന്നത്. കൂടെ തന്നെ ആ മെഴുക്ക് വരട്ടിയും കുറച്ച് കഴിച്ച് നോക്കി ഞാൻ, ചോറും കൂടി ചേർത്തിട്ട്. പക്ഷേ മെഴുക്ക് വരട്ടിയാണെങ്കിൽ ആ പിഞ്ച് വെണ്ടയ്ക്കാണ് മെഴുക്ക് വരട്ടിക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. മൂത്ത വെണ്ടയ്ക്കാണ് മെഴുക്ക് വരട്ടിക്ക് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ ചവച്ച് നമ്മുടെ ഊപ്പാട് വരും. ഫ്രണ്ട്സ്, ഞാൻ ചോറുണ്ണാനിരിക്കുമ്പോൾ തന്നെ ഒരു മീൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്ത് മീനാണെന്ന് ചോദിച്ചപ്പോൾ ആ ചേച്ചി പറഞ്ഞത് പുഴമീനാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു പീസ് പുഴമീൻ അടർത്തിയെടുത്ത ചോറും മീൻകറിയും പുഴമീനും കൂടി മിക്സ് ചെയ്ത് കൂട്ടിക്കുഴച്ച്, പുഴമീനാണെങ്കിൽ മുള്ളില്ലായിരുന്നു കേട്ടോ. അപ്പോൾ വായിൽ വെച്ചത് ഇങ്ങനെ അലിഞ്ഞ് പോകുന്നുണ്ടായിരുന്നു പുഴമീൻ. ഫ്രണ്ട്സ്, വീഡിയോ ഒരുപാട് ലെങ്തായി പോകുന്നുള്ളത് കൊണ്ടിട്ട് നമ്മൾ ബാക്കി ഭാഗമൊക്കെ കട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ലേശം ചോറ് വാങ്ങിച്ചിട്ട് അതിലേക്ക് മോരും കൂടി ഒഴിച്ചു കേട്ടോ. അപ്പോൾ മോരിനൊരു പ്രത്യേകതയുണ്ട്. ഇവിടുത്തെ മോരിൽ വന്നിട്ട് തൈര് മിക്സിയിലേക്ക് ഇട്ടിട്ട് കൂടെ തന്നെ ചെറിയുള്ളിയും പച്ചമുളകും നാരങ്ങയും മല്ലിത്താഴയും പുതിനയും ഒക്കെ കൂടി മിക്സ് ചെയ്ത് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് നമ്മുടെ പടവലങ്ങ ഉപ്പേരിയും കൂടി മിക്സ് ചെയ്ത് കൂട്ടി കുഴച്ച് കഴിച്ച് നോക്കി കേട്ടോ. വ്യത്യസ്തമായ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഫ്രണ്ട്സ്, നമ്മളപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി ഇല മടക്കിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ ആ കടയിൽ ചേച്ചിയോട് ചോദിച്ചറിയാം കേട്ടോ. ചേച്ചിൻ്റെ പേര്? അലീം. ഇവിടെ എത്ര പേരുണ്ട് നിങ്ങൾ പണിക്ക്? 5 പേര്. ഇത് ബ്ലോക്കിൻ്റെ കീഴിലാണ്, നെന്മാറ ബ്ലോക്കിൻ്റെ കീഴിൽ പഞ്ചായത്ത്. എത്ര വർഷമായി തുടങ്ങിയിട്ട്? 3 വർഷം. എന്തൊക്കെയാണ് നമ്മൾ കഴിക്കാനുള്ളത്? കാലത്ത് എത്ര മണിക്ക് തുറക്കും? 6 to 6.
ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കരുത്. തൊട്ടടുത്താണ് ബെല്ലിൻ്റെ ചിഹ്നം കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു കിടിലൻ വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.